ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തിനാ വന്നേക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് അൺബോക്സിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. ആ അൺബോക്സിങ്ങിനുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിയത് നമുക്ക് ബിഗ് ബോസിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പല ടാസ്കുകളും ജയിക്കുമല്ലോ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുമല്ലോ, അതിൽ ജയിക്കലില്ല. അപ്പോൾ നമ്മളത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും നമുക്ക് ഇങ്ങനെ ഒരു സാധനം തരുമല്ലോ, അതിന്റെ പേരെനിക്ക് അറിഞ്ഞു, ഒരു ബോർഡ് പോലത്തെ ഒരു സാധനവും കിട്ടും. അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്ത് കിട്ടും, ഹാർട്ടാ. അപ്പൊ അത് കിട്ടുമ്പോ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞിട്ട് ബ്രാൻഡ് ഏതാണോ അത്, അതായത് നമ്മുടെ സ്പോൺസർ ഏതാണോ അവരുടെ പേര് എഴുതും. അപ്പൊ അതിന് എന്താ കിട്ടാന്നൊന്നും അപ്പൊ നമുക്കൊരു വെളിവുണ്ടായിരുന്നില്ല. കാരണം എങ്ങനെയും നമുക്ക് മാക്സിമം നിൽക്കണം, ടാസ്ക് ജയിക്കണം, അങ്ങനത്തെ ഒരു ഇതാണ്. ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഹ്ലാദ പ്രകടനവും ഷോ ഓഫ് ഒക്കെ ആയിരുന്നല്ല, നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ടാസ്കിലൊക്കെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക എന്നുള്ളത്. നമുക്ക് ബർജറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്നത്, ബർജർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ആ ഒരു സ്പോൺസറിന്റെ അടുത്ത് നിന്ന് നമുക്ക് ആമസോൺ മറ്റേ വൗച്ചറാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അതില് ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒരു വൗച്ചറിൽ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റുന്നത് 5000 rupees ആണ് ഒരു ഇതിൽ കിട്ടിയേക്കുന്നത്. ഇവക്ക് 3 കിട്ടി, എനിക്ക് 1 കിട്ടിയെന്നാണ് ഉള്ളൊരിത്. നമുക്ക് 4 വൗച്ചർ മൊത്തത്തിൽ കിട്ടി. മൊത്തത്തിൽ എത്രയായിരുന്നു? 20,000. അപ്പൊ അതാണ് നമ്മൾ ടാസ്ക് ജയിച്ചിട്ട് കിട്ടിയത്. പക്ഷെ എനിക്ക് 1 കിട്ടുള്ളൂ എന്ന് എനിക്ക് സംശയമുണ്ട്. അവിടെ എന്താണ് ഞാൻ 1 ജയിച്ചോളൂ എന്ന് എനിക്കൊരു സംശയം. ഒന്നിലധികം ജയിച്ചിട്ട് എനിക്ക് തോന്നുന്നു ആ സ്പോൺസറിന് ചിലപ്പോൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ എന്തെങ്കിലും ആവാം തോന്നുട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ഒരു ഇതിന്ന് നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാന്ന്. അപ്പൊ ഇത് കൈൻഡ് ഓഫ് ഇൻഫോർമേറ്റീവും കൂടെയാണ്. കാരണം നമുക്കൊക്കെ ഒരു ഡൗട്ട് ആയിരിക്കും, എന്തായിരിക്കും നമുക്ക് ഇതൊന്ന് ജയിച്ചെന്ത് കിട്ടും. ഞങ്ങൾ വിചാരിക്കും ബർജറിന് കിട്ടും, നമുക്കിനി പെയിന്റ് കിട്ടും, ഒരു വീട് മൊത്തം പെയിന്റ് അടിയില്ലേ, അനു നമ്മളത് പറയാറുണ്ട്. ആ വീട് വെക്കുമ്പോ നമുക്ക് പെയിന്റ് അടിക്കാനുള്ള പെയിന്റ്. പക്ഷെ അതൊന്നല്ല, നമുക്ക് വൗച്ചറാ കിട്ടുക. അപ്പൊ നമുക്ക് എന്താക്കാം, ആമസോണിന് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. വേറെ സ്പോൺസറിന്റെ മറ്റേ റീഗലിന്റെ ആണെങ്കിൽ നമുക്കൊരു മാല കിട്ടും. അങ്ങനെയൊക്കെയുള്ളൊരു ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. റീഗലിന്റെ ഉണ്ടായോ. പക്ഷെ നമ്മള് ആ പ്രൊഡക്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ നമുക്ക് ഇത് റിലേറ്റഡ് ആയിരിക്കും കിട്ടുക എന്നുള്ളൊരു സംഗതി നമ്മൾ വിചാരിച്ചിരുന്നു കേട്ടോ. നമ്മളെക്കാൾ ബുദ്ധിയുള്ള ആൾക്കാർ വേറെ എന്താ വിചാരിച്ചോ നമുക്ക് അറിയാൻ പാടില്ല. അപ്പോ നമ്മള് എത്ര സാധനങ്ങൾ വാങ്ങി? നമ്മൾ 1 2 3 4 6 യെസ് അതെ വാങ്ങിയതാ. ആണോ? 6 പ്രോഡക്ട്സ്. ഇനി ഉണ്ടോന്നുള്ളത് ഡൗട്ടാണ്. ബാക്കി ഇനി പൈസ ഉണ്ടെന്ന് തോന്നുന്നു അതില്. പൈസ ഇനിയുണ്ട്, ഒരു 7K കൂടെ ബാക്കിയുണ്ട്. അതല്ല, ഇനി പ്രോഡക്ട്സ് വരാനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണോ നമ്മൾ ഇനി എന്തെങ്കിലും ഓർഡർ ചെയ്തിരിക്കുന്നോന്ന് ഐ എം കൺഫ്യൂസ്ഡ്. ഹാങ്ങർ എന്തോ ഓർഡർ ചെയ്തില്ല അതിനോ? ഹാങ്ങറൊക്കെ ആണല്ലേ? അതൊന്നും എത്തിയിട്ടില്ല. അപ്പൊ അത് അങ്ങനെയൊക്കെ. അപ്പൊ നമുക്കത് വൃത്തിക്ക് നോക്കിയിട്ട് നമ്മൾ ടൂൾസ് എന്റെ പറയാം എന്തൊക്കെയാണ് ഇതിൽ ബാക്കിയുണ്ടോന്നുള്ളതില്. അപ്പൊ അതിന്റെ അൺബോക്സിങ്ങിലോട്ടാണ് പോകുന്നത്. കിടക്കാനാ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഞങ്ങള് ഓൺ എയറിന്റെ സ്റ്റീമർ ആണ് വാങ്ങിയത്. സ്റ്റീമർ എന്ന് വെച്ചാൽ എന്താ പറയാ, തുണി തേക്കുന്ന സാധനം. അത് തന്നെ, ഫാബ്രിക് സ്റ്റീമർ. ഓക്കെ, നമ്മളിത് ആദ്യമായിട്ടാണ് ലൈഫിൽ യൂസ് ചെയ്യുന്നത്. ബേബി യൂസ് ചെയ്തിരിക്കുന്നു മുന്നേ? ഇല്ലല്ലോ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ലൈഫിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ പാവപ്പെട്ടായിരുന്നു. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. നമുക്ക് ഈ ചില സമയത്ത് അയൺ ചെയ്യാൻ പറ്റാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡ്രസ്സൊക്കെ നമുക്ക് എന്താക്കും, സ്റ്റീം ചെയ്ത് ഞാനായിരിക്കും ചെയ്യേണ്ടി വരിക. എനിക്ക് തോന്നുന്നു കത്തി പോകുന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിപ്പോൾ ഡ്രസ്സിന്റെ ഒരു സാധനം തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതെ, ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഒന്ന് ഇവിടെ പൊട്ടിക്കൂ ബേബി. ഡു നോട്ട് യൂസ് ബിഫോർ എന്താണ്? ഡു നോട്ട് യൂസ് ബിഫോർ രജിസ്റ്ററിങ് വാറണ്ടി. അപ്പോൾ ഇതാണ് വാറണ്ടി എടുത്ത് ഇത് രജിസ്റ്റർ ചെയ്യാം. ഹായ് ഓൺ വാട്സാപ്പ്. വാട്സാപ്പിൽ സെൻഡ് ചെയ്യാം. മുറിക്കല്ലേ? ഇതുമേൽ ഇതിന്റെ ഒരു വാറണ്ടി സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഓണറിന്റെ കമ്പനി മീഡിയ കൂടില്ലേ, കമ്പനി നോക്കി വാങ്ങിയെന്താ വെച്ചാൽ ഞാൻ കൊറേ നോക്കി. പക്ഷെ ഇതാണ് റീസെർച്ച് ചെയ്തത്. അല്ല, ഞാൻ റിവ്യൂ മാത്രമേ നോക്കിയുള്ളൂ. ചാറ്റൂര് പക്ഷെ ഇത് കാണിച്ചില്ല. ഞാൻ റിവ്യൂസ് നോക്കുമ്പം ChatGPT കാണിച്ച ആ ഒരു കമ്പനികൾക്കൊക്കെ ബാഡ് റിവ്യൂസ് ഉണ്ട്.
പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ നോക്കുമ്പം തന്നെ നല്ല റിവ്യൂസും എല്ലാവരും യൂസ് ചെയ്തിട്ടും നല്ല ബെസ്റ്റ് പ്രോഡക്റ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പം എന്താക്കി ഇത് തന്നെ അങ്ങോട്ട് രണ്ടും കൽപ്പിച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇരിക്കാനാത്തേക്കുമ്പോ ഇരിക്കാനുള്ളതല്ല, ഇതൊരു ഇത് ലോവർ ഐലറ്റ്സ് ആണ്. എന്താ താഴ്ത്തു വെക്കുന്ന ഇതാണ് തോന്നുന്നു ഇങ്ങനെ ഇരിക്കാം. വെച്ച് നോക്കുമ്പോ അറിയാം. നമ്മള് ഓവൻ വാങ്ങുമ്പോൾ നമുക്ക് അതിലോട്ട് യൂസ് ചെയ്യാം. ആസ് യൂഷ്വൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ലൈവ് പോകുമ്പോഴും വരാത്ത ആൾക്കാരില്ല. അപ്പോൾ ബാക്ക് ടു അൺബോക്സ്. ഇതുണ്ട് കേട്ടോ ഇവിടെ ബേബി. വാറണ്ടി കാർഡ് സെപ്പറേറ്റ് തന്നിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ വാറണ്ടി ആൻഡ് എവറിത്തിങ് ഉള്ളിലുണ്ട്. ഓക്കെ, കുറച്ച് ടഫ് പാർട്സ് ആണ്. ഇതൊക്കെ എന്താ സാധനം? അതിനെ മുകളിൽ ദേഷ്യം വന്നാൽ തലക്കെട്ടടിക്കായിരുന്നു. മൾട്ടിപർപ്പസ്. തെർമോക്കോൾ എടുക്കണം. തെർമോക്കോൾ നമ്മൾക്ക് മെല്ലെ എടുത്ത് കളയാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. ഓ, ഇതാണ് മറ്റേതല്ലേ? ഇതാണ് സ്റ്റീം ചെയ്യുന്ന സാധനം. ഇത് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ വാക്യൂം ക്ലീനറിന്റെ പോലത്തെ ഒരു ബോഡി ഉണ്ട് കേട്ടോ അടിയിൽ. നോക്കണോ? അടിയിൽ നിന്ന് ഇത് പോർട്ടബിൾ ആണോന്ന് ചോദിച്ചാൽ ആണ് അല്ലേ? വണ്ടിയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലേ, മറ്റേത് പോർട്ടബിൾ ആയിട്ടുള്ളത് വേറെ ചെറിയ സാധനം. സുന മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ പിടിച്ചിട്ട് എന്തോ. അപ്പൊ ഇത് പോർട്ടബിൾ അല്ല എന്നാണ് അർത്ഥം അല്ലേ? പക്ഷെ ഇത് വാങ്ങുന്നതായിരിക്കും നല്ലത്. അതിപ്പോ നമ്മളിപ്പോ ക്ലോത്തിങ്ങിന്റെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഫ്യൂച്ചർ യൂസും കൂടെ കണ്ടിട്ടാണ് ഞങ്ങൾ വാങ്ങിയത്. ഞങ്ങൾ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് വുമൺ അല്ലേ? ഞങ്ങളല്ല കേട്ടോ, ഞാൻ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് സാധനം ഉണ്ട് കേട്ടോ. ഓ, 3 പിന്നൊക്കെ ഉണ്ട് അല്ലേ? ഓണേറിന്റെ തന്നെ 3 പിന്നൊക്കെ തന്നിക്കുന്നത്. 240 വോൾട്ടിന്റെ. വോൾട്ട് അല്ല, വാട്ട് അല്ലേ? വോൾട്ട് W അല്ല, V. ഇവള് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് ഇവളെന്താക്കും, ക്ലാസ് ബങ്ക് ചെയ്തിട്ടാണ് ഇവള് പോയല്ലോ. അതുകൊണ്ട് ആ ബോധമൊന്നുമില്ല അവക്ക്. ആക്ച്വലി അത് ഫിസിക്സിൽ വരുന്ന ഒരു സാധനമായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? തീർന്നു പോളെ. ഇനി അവിടെ ഉള്ളതൊന്നും പറിച്ചു കളയണ്ട. കാരണം അത് കെമിക്കൽ കൊണ്ടിട്ടുള്ള സാധനമല്ല, ഫിസിക്സിലല്ല വരുന്നത്. ഒരു പുള്ളിയുടെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു നമുക്ക് ഫിസിക്സിലൊക്കെ, ഓർമ്മയുണ്ടോ? അത് ബയോളജിയിലായിരിക്കും അല്ലേ വരുന്നത്? ഗസ്റ്റായി പോയാണ്ട് നോക്കുവാനെല്ലാം ഇങ്ങനെ തെറ്റിപ്പോയതാണ്. പിന്നെ അറിഞ്ഞുകൊണ്ട് തെറ്റി പോകുന്നത് അറിയാണ്ട് തെറ്റിയത്, അറിവില്ലാത്ത. അതിന് പഠിക്കാൻ വിട്ട പ്രായത്തിൽ എന്നെ നോക്കിയിരിക്കല്ലായിരുന്നു. അതിനെ അങ്ങനെ പഠിക്കാനാ? ഇതുവരെ മോന്തയും വീർപ്പിച്ചിരുന്ന ആളായിരുന്നു, പെട്ടെന്ന് നന്നായതാണോ എന്നെ കൂട്ടാൻ ഇൻട്രോ എടുത്ത്. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള്. ബുക്ക് എടുക്ക, കാര്യങ്ങള് പഠിക്കാൻ പറ്റിയ പ്രായത്തിൽ പഠിക്കാൻ പോണം. ബുക്ക് എടുക്ക്. ഇപ്പൊ പഠിക്കാൻ പോവാ ബുക്ക് എടുത്ത്. ഇങ്ങനെ ഒരു സാധനം നമുക്കിന്റെ ഇതെങ്ങനെയാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ. ഇനി നിങ്ങൾ ഫുൾ കേൾക്കാൻ പോകുന്നത് പീരിയോഡിക് ടേബിൾ ആ കെമിസ്ട്രിയിലെ. ഇത്ര കോൺഫിഡന്റ് ആയിട്ട്. ഓക്കെ. ഓ, ഇത് ഹാങ്ങർ ആയിരുന്നു ബേബി. ഓ, ഹാങ് ചെയ്തിട്ട് ചെയ്യാൻ. അപ്പൊ ആദ്യം നമുക്ക് ഗ്ലൗസ് ആണ് ഇഷ്ടമായത്. ഓവനിലിടാലോ. ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഞാൻ. ഓവനിലിടാലോ. അത് ഓവനിലൊന്നും വെച്ചൂടാ. അല്ലാ, ഇതൊരു കഷ്ടം. നോക്കി, ഇതിന്റെ ക്ലോത്ത് കണ്ടത് ഓവനിലിടാൻ പറ്റുന്നതല്ല. അത് ഞാൻ ഇട്ട് നോക്കും. എന്തെങ്കിലും പുകയും ബഹളവും ഒക്കെ എവിടെന്നെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് രക്ഷിക്കണം. ശരി, എന്റെ തുണി വേറെയല്ലേ? തുണി വേറെ. ഓൺലി ഫോർ ദിസ് യൂസ്. ഓക്കെ. ഇത് കണ്ടു ബേബി. ഇതിൽ തന്നെ ഒരു സെറ്റിംഗ് ഉണ്ട്. മോയിസ്റ്റ്, ഷിഫോൺ, സിൽക്ക്, അസിറ്റേറ്റ്, നൈലോൺ, പോളിസ്റ്റർ, വെൽവെറ്റ്, വൂള്, കോട്ടൺ, ലിനൻ. പിന്നെ ഓഫും ഉണ്ട്. ഓഫ് ഇല്ലാണ്ട് ഏത് മെഷീനാ ഉണ്ടാവുക? അതിപ്പോ കെമിസ്ട്രി ബുക്ക് എടുത്ത് നോക്കേണ്ടി വരും.
എന്താ കെമിസ്ട്രിയിൽ ഉണ്ടാവോ? അതല്ലേടി പാത്തോ നീ പറഞ്ഞുണ്ടെന്ന്. ഈ ഓവറാക്കല്ലേ, ഓവറാക്കിയാൽ നല്ലോണം കിട്ടും. പഠിക്കാനുള്ള റിമൂവ് ദ വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്കാ? അലൂമിനിയം. അലൂമിനിയം. അലൂമിനിയം നോക്ക്. അലൂമിനിയം എങ്ങനെയുണ്ട്? അലൂമിനിയം അവിടെ ഉണ്ടാവൂലേ? അലൂമിനിയം നമ്മള് പഠിച്ചത് കെമിസ്ട്രി. ചുമരുന്നു. Pour with a notched side facing outward. Press the lower end of the hose buckle by hand. ഇതാണ് ഉദ്ദേശിച്ചത് തോന്നിട്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? പറയ്, എവിടത് കുത്തുക? അത് പറയ്, ബുദ്ധി ഉണ്ടോ നോക്കട്ടെ. അതിൽ നോക്കാണ്ട് പറയ്. എന്റെ ബുദ്ധി കണ്ടിട്ട് മോക്ക് ബുദ്ധി വരാനല്ലേ? വേണ്ട, ഞാൻ എന്റെ ബുദ്ധി ഷെയർ ചെയ്യില്ല. ഓൺലി പെയ്ഡ് പാർട്ട്ണർഷിപ്പ്. ഓ, നമ്മളെ ട്രൈപോഡൊക്കെ പോലാണ്. ഉണ്ടോ? ഇത്ര വലുതാക്കണ്ടപ്പോ വലുതാക്കണം. അല്ല, പേര് കാണണ്ടേ? ചെറുതാക്കിക്കോ ഇപ്പോഴത്തേക്ക്. ഓക്കെ. എന്നിട്ട് ഈ റോഡ് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും. അപ്പൊ ഇത് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും ചെയ്യാട്ടോ. പിന്നെ ഇതിനെ പറിച്ചെടുക്കണ അത് വെച്ച് ഇതിന്റെ മേള ഹാങ്ങർ വെച്ചോക്ക്. ഹാങ്ങർ നെക്സ്റ്റ്. ഹാങ്ങർ എടുക്കാം. ഇത് ചെറുതാക്കാൻ പറ്റില്ല. ഇല്ല, മിനിമം ഇത്ര പറ്റും. എന്തൊരു മണം! എനിക്കൊന്നും മണക്കുന്നില്ല. മൗണ്ടഡ് വെച്ചായിരുന്നാ? ഇതിരുന്ന് അത്രേ ഉള്ളൂ. അത് ഇത്രേ ഉള്ളൂ. പിന്നെ ഈ സാധനം എടുത്ത് മേലെ തൂക്ക്. ഓ, ഇത് ഹാങ്ങർ തൂക്കാനല്ല, ഇതങ്ങനെ ഇരിക്കും. അല്ലാ, അങ്ങോട്ട് തിരിച്ചു തൂക്ക്. തിരിച്ച് ഇങ്ങനെ ഇങ്ങനെ. മോളെന്തീ കാണിക്കുന്നത്? ഞാനല്ല, മേ ബി ഇതിന്റെ സൈസ് കാരണമായിരിക്കാം. ഇത് പിടിച്ച അല്ലോ. ഇതപ്പോ ഫിറ്റ് ചെയ്യണ്ട, അത് വെറുതെ അങ്ങനെ ഇരിക്കോ? അതാണ് എൻ്റെ ടൈറ്റൻ ആൻഡ് ബ്ലോക്ക് നട്ട്. ഇവിടെ എവിടെയോ ഉണ്ട് ഒരു സാധനം. ഇതേ ബ്ലോക്ക് നട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു സാധനം കാണിച്ചായിരുന്നു. നോക്ക്, ഈ സൈഡില്. അത് ഇതിന്റെ അല്ലേ ബേബി? മോളെ, ഈ റോഡ് ഇൻസേർട്ട് ചെയ്തു. ഓ, ഇതേ ഇങ്ങനെ ഇടേണ്ടിയത്. വെറുതല്ല, പൊട്ടിച്ചോ? എന്നിട്ട് ഇതൊന്ന് മാറ്റി. ഇപ്പോഴാണ് ഇത് ലോക്കായത്. ഉണ്ടോ? എന്റെ ബുദ്ധി വേണം എല്ലായിടത്തിലും. ഇനി നീന് ലോക്ക് നട്ട് ഉണ്ടോ നോക്കട്ടെ. ഹാങ്ങർ ഹുക്സ് മൗണ്ടഡ് ഓൺ ദ നോസൽ ബോഡി. ഹാങ്ങർ ബോഡി കണക്റ്റഡ് ടു അലൂമിനിയം സപ്പോർട്ടിംഗ് പോൾ. സൂക്ഷിക്കണം. അതങ്ങനെ ആവാൻ പാടില്ലല്ലോ. വൈകവേ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതെല്ലാം വെക്കാം. കൈ വെള്ളം നടക്കണം. ഇതിങ്ങനെ നിൽക്കുള്ളൂ. ലൈക്ക് ഈസിലി ടേക്ക് ചെയ്യാലോ. തലയിലേക്ക് വിഗല്ലേ. അത് കുഴപ്പമില്ലേ? എന്നാലും അല്ലേ, ഇത് ഇത്രേ ഉള്ളൂ പരിപാടി. ഇത് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ബ്രഷ് യൂസ് ചെയ്ത് ഞാൻ അയൺ ചെയ്യാം. എന്താ പല്ലേക്ക് അത് ഉടുപ്പിനാ ബ്രഷ്? ചളി അടിക്കല്ലേ രാവിലെ തന്നെ.
ഓക്കെ. ആ ഇനി നമുക്ക് ഫിറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. നമുക്ക് തേക്കാം. ആർ യു സീരിയസ്? തേക്കുന്നുണ്ടോ? തേച്ച് നോക്കണോ? തേച്ച് വേണമെങ്കിൽ നോക്കാം. വേണ്ട, തേച്ച് നോക്കണ്ട. തേച്ച് നമുക്ക് വേറെ ഷോർട്ട്സ് ഇടാം. അതായിരിക്കും നല്ലത്. ഇനി അടുത്ത് കൊണ്ടുവരി. ഇതാണ് നമ്മളെ ഫൈനൽ പ്രോഡക്റ്റ്. ഞങ്ങൾ ഇത് ഇൻസ്റ്റാളൊക്കെ ചെയ്ത് സംഭവം കൊള്ളാം. ഇനി നമുക്കിത് പ്രവർത്തിച്ച് നോക്കണം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയാ ഇതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാർട്ട് മാത്രം അത് അങ്ങനെ ഇരിക്കുകയാണ്. എന്തെന്നാ കൊടുത്ത ബേബി? അതങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നില്ല. അത് ഓക്കെ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്കിപ്പോൾ ഈ പാർട്ടി വെയർ ഒക്കെ പോലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഇതാക്കിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ സാരിയൊക്കെ അല്ലേ കൊറേ സാരി, സിൽക്ക്, അതുവേണം എന്താ പറയുക കൊറേ വെൽവെറ്റ്, പോളിസ്റ്റർ, അങ്ങനത്തെ കൊറേ ക്ലോത്ത്സ് ഒക്കെ. പിന്നെ നമുക്ക് അയൺ ബോക്സ് യൂസ് ചെയ്ത് തേച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് സ്റ്റീമർ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റീമർ തന്ന ബിഗ് ബോസിന് ഇരിക്കട്ടെ. ഇന്നത്തെ നന്ദി. യെസ്, ഇത് മെല്ലെ നമുക്ക് നിൽക്കാം ഗുലാന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് എടുത്തുകൊണ്ട് വരാം. അടുത്തത് എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? പാനസോണിക്കിന്റെ അവനാണ്. അവനെയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അവൻ നമുക്ക് ഈ ഒരിടയായിട്ട് നല്ലോണം വേണം എന്ന് വിചാരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മള് ബിഗ് ബോസിലായിരുന്നപ്പോഴും നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ യൂസ് മനസ്സിലായി. നമ്മളിപ്പോ ഫ്രിഡ്ജിലൊക്കെ കട്ട് ചപ്പാത്തിയൊക്കെ എടുത്തു വെച്ചോണ്ട് രാവിലെയൊക്കെ ചൂടാക്കുമല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടായി കഴിക്കണം എന്ന് തോന്നിയാൽ വെറുതെ വെച്ചിട്ട് അതാക്കി നമുക്ക് അതിന്റെ ഒരു ഈസിനെസ് മനസ്സിലായിട്ടോ. മറ്റേ നമ്മളിപ്പോ ചൂടാക്കണ തന്നെ അടുപ്പത്ത് ആവി കയറ്റിങ്ങാനും ചൂടാക്കണ്ടിരുന്നു. അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഞങ്ങൾക്ക് പിന്നെ തോന്നി. കാരണം നമുക്ക് ഈസി ആയിട്ടുള്ള സാധനം കിട്ടിയോണ്ട്. അതെ, വിചാരിച്ചാണ് നമുക്കൊരു ഓവൻ വാങ്ങുന്നത്. മൈക്രോവേവ് ഓവൻ ആണ് വാങ്ങിയ. മറ്റേ ഗ്രില്ല് സാധനങ്ങളൊന്നും ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇല്ലല്ല. അപ്പൊ നിന്നെ ഞാൻ എങ്ങനെ ഗ്രിൽ ചെയ്യും? നീ അത് ഓൾറെഡി ഗ്രിൽ ചെയ്യുന്നുണ്ടല്ലോ, അത് മതി. അപ്പൊ ഇത് പാനസോണിക്കിന്റെ ആണ്. നമ്മൾ സൗദിയിൽ നിന്നൊക്കെ ഈ ഒരു ബ്രാൻഡ് നല്ലോണം ഇത് കണ്ടോ, സൗദിയിലാണ് മോസ്റ്റ്ലി ഈ ഒരു ബ്രാൻഡ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ സൗദി കിഡ്സ് ആയിരുന്നല്ലോ ലോങ് എഗോ. അപ്പൊ പാനസോണിക്കിന്റെ എന്നാട്ട് വാങ്ങാൻ വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒരു നോക്കിയെടുക്കേ. തട്ടിക്കള പറ്റി ഇവിടെ വെച്ചു. യെസ്, പെർഫെക്റ്റ്. ഇപ്പോൾ കളറ് സിൽവർ ആണ് വാങ്ങിയത്, കാരണം സിൽവർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ഓവൻ. ഇങ്ങനെ തിരിച്ചിട്ട് അവന് നിങ്ങൾ ഓവൻ എന്നാണ് അവൻ എന്നാണ് പറയാ. നമ്മള് മലയാളികള് ഓവൻ എന്നൊക്കെ പറയൂ. പരിഷ്കാരം കാണിക്കുമ്പോ അവൻ എന്നൊക്കെ പറയും, പക്ഷെ പെട്ടെന്ന് ഓവനെ വരത്തുള്ളൂ. ഇത് ഞങ്ങള് കൊറേ ഒക്കെ ചൂടാക്കി കഴിക്കുന്ന അത്ര നല്ലൊന്നല്ലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വാങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചു, എളുപ്പപ്പണി. പക്ഷെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇതില്ലാണ്ട് നമുക്ക് കാര്യം നടക്കൂല. ഈസി ആണല്ലോ സംഭവം ഉണ്ടെങ്കിൽ. എനിക്ക് അറിഞ്ഞൂടാ, ട്രാൻസ്പാരന്റ് അല്ല, ജപ്പാൻ ക്വാളിറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമുക്ക് അങ്ങോട്ട് പൊളിച്ചാലോ? മോളെന്താ ഇങ്ങനെ ആവരുത് കേട്ടോ. ഇതൊക്കെ നേരത്തെ ഇവള് ജീവിതത്തിൽ ആദ്യമായിട്ട് ഓവൻ യൂസ് ചെയ്യുന്നൂട്ടാണ്. ഇവളെ കളിയൊക്കെ കണ്ട, പക്ഷെ ഇവള് മുന്നേ ഓവൻ നമ്മളെ ബിഗ് ബോസിനൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്താ അങ്ങനെ മരവായ ആയതെന്ന് എനിക്ക് അറിഞ്ഞോളൂ. ഓക്കെ, ബുക്ക് കിട്ടിയ നമുക്ക് ഈ ബുക്കൊക്കെ സൂക്ഷിക്കണം. എന്നൊക്കെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ അയക്കും. ഇൻസ്ട്രക്ഷൻസ്, ഫ്ലൈറ്റ്, ടയറ്, അതാദ്യം വരുന്നതെന്ന് തോന്നുന്നു. എന്താന്നുണ്ട് ഇത് സ്പേഷ്യസ് ഒക്കെ ആണോ? മോക്ക് കയറി ഇരിക്കാൻ പറ്റൂല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡ്രീം അവൻ. ചെറുതാല്ലേ? ചെറുതാണ് കേട്ടോ സാധനം. ഇതിൽ എന്തൊക്കെ ഉണ്ട് ഓപ്ഷൻസ്? 10 minutes, 1 minute, 10 seconds, ഓട്ടോ റീഹീറ്റ്, ഓട്ടോ കുക്ക്, ഓട്ടോ ഡീഫ്രോസ്റ്റ്, അപ്പ് ഡൗൺ, ടൈമർ.
അതൊക്കെ എന്താന്നുള്ളത് ഇതിൽ കാണിക്കാം. ഓട്ടോ കുക്കോ, ഇതില് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? മറ്റേ മഗ് കേക്ക് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാം. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതിപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാം, ഓവൻ എന്ന് പറയുന്നത് എല്ലാ പുരയിലും വേണം. കാരണം ഭയങ്കര യൂസ് ആയിട്ടുള്ളൊരു സാധനമാണ് അല്ലേ? പിന്നെ യെസ്. പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ ചൂടാക്കാനോ എന്തെങ്കിലും ഇപ്പൊ കേക്ക് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയാണ്. ചൂടാക്കാനാണ് മെയിൻ ആയിട്ട്. നമ്മൾ ഇന്നലെ വെച്ച മീൻകറി ഇന്ന് ചൂടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആവി കയറ്റൽ ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ്. നേരെ ആ ചട്ടി എടുത്ത് ഞാൻ ഇതിലേക്ക് വെക്കാം. ചട്ടി കയറൂല. ചട്ടിയല്ല, വേറെ പാത്രത്തിലൊക്കെ. അത് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞു. അപ്പൊ നമ്മളെ ഹെവി ഐറ്റംസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ തങ്കം? ഇത് കണ്ടോ? എന്റെ നഖം പൊട്ടി. അതിപ്പോ ആ ഓവൻ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോഴാണത്. എന്റെ പൊട്ടിയില്ല. അത് അല്ലാതെ സൂക്ഷിച്ചോണ്ടാട്ടോ, ഞാൻ സൂക്ഷിച്ചില്ല. എന്റെ നഖം പൊട്ടി. വേറെ വെക്കാം. ഓക്കെ, അത് സാധനം നോക്കിയെടുക്കേ. ഇതായിട്ടിടോ. എന്താ ചോറും പറ്റാ? ഓ നമ്മൾ ലൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായിടത്തും പോകുമ്പോ ലൈറ്റ് ഉണ്ടാവണമെന്നില്ല വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോ ഇവള് നോക്കി വാങ്ങിയതാട്ടോ. ഇത് ഞങ്ങൾ ആദ്യം കണ്ട സാബുമാന്റെ അല്ലാട്ടോ. പോക്കറ്റിനെടുത്ത് ലൈറ്റ്. പക്ഷെ ഓൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്. അതായത് വൈറ്റ് ലൈറ്റ്. ഇതിൽ മൾട്ടിപ്പിൾ ലൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ട് നോക്കാം. ഐ എം എക്സൈറ്റഡ്. ഇത് ഡിജിടെക്കിൻ്റെതാട്ടോ. ഇത് റീചാർജ് ചെയ്യുന്നതാണെന്നാണ് ഒന്ന് വായിച്ചപ്പോ മനസ്സിലായത് അല്ലേ? അത് കാട്ടിക്കോട്. പല കളറുണ്ട്. ഡിജിടെക് പോർട്ടബിൾ മിനി RGB LED വീഡിയോ ലൈറ്റ് ആണിത്. ഓ ഇതൊക്കെ ഇതാണ്ടോ സാധനം? ക്യൂട്ടാ അല്ലേ? ഇത്ര ഉണ്ടാവും നമ്മുടെ കൈ പിടിക്കാനായിട്ട് ഇത്ര. പക്ഷെ ഇത് ഇതിന്റെ കവറാണ് ബേബി, കവറാണ്. ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പൊ ചാർജർ ഉണ്ട്. ഒന്നുകൂടെ ചേർത്ത് അങ്ങനെ. പിന്നെ ഇത് എന്തോ ഒരു സാധനം ഉണ്ട്. ഇതെന്താ? അതത് ഈ ഇവിടെ ലൈറ്റ് വരും നമുക്ക്. സോറി, ഇങ്ങനെയാണ് വരുന്നത്. ഇത് അതിന്റെ പിൻ നമ്പർ കാഴ്ചകളിൽ പെടുന്ന ഭാഗമാണ്. പിന്നെ ഇത് അഡാപ്റ്റർ നമ്മുടെ പിന്നെ ഫോണിന്റെ നമുക്ക് യൂസ് ചെയ്യാലോ. ഈ ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ. ഇതെന്തോ ഒരു മാഗ്നറ്റ് ആട്ടോ. ഇവിടെ ഇരിക്കും വെക്കാനുള്ള. യെസ്. ഇത് ചാർജ് ചെയ്യണത്. ചാർജിങ് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ ലിങ്കും ഞങ്ങൾ ഇവിടെ താഴത്ത് കൊടുത്തേക്കാം. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ലിങ്ക് ഞങ്ങൾ എന്തായാലും കൊടുക്കാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതൊക്കെ. സാധനമാണ് എന്താന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഇടുന്നുണ്ട്. ഇതിന് ബുക്ക്ലെറ്റ് ഒന്നുമില്ല അല്ലേ? ഇതെന്തോ മാഗ്നറ്റ് എന്തോ സംഭവം ആയിരിക്കാം. ഇതാ ബുക്ക്ലെറ്റ്. ഇതാ ഇതെന്താന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമുക്ക്? ഇതിലൊരു ലൈറ്റ് ബോഡി ഉണ്ട്. Type C USB കേബിൾ ആണ്. പിന്നെ കോൾഡ് ഷൂ അഡാപ്റ്റർ. കോൾഡ് ഷൂ അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കത് റീസെർച്ച് ചെയ്യേണ്ടി വരും തോന്നുന്നു. വാച്ച് ഉണ്ടാവില്ല അതിന്റെ ഒക്കെ ഇതിന്റെ ഒരു ഇത്. അതുപോലെ മോള് കണ്ടതെങ്ങാനും വെടുക്കാക്കിയ ഒരു പിള്ളേരെ ഷൂ വെച്ചിട്ട് വരാത്ത നിക്കുന്ന വലിക്കുന്ന അഡാപ്റ്റർ ഒന്ന് കത്തിച്ചു എടുത്ത്. ഇത് പഠിച്ചു വരുന്നേ ഉള്ളൂ ഗൈസ്. അതിന്റെ കുറച്ച് ഓണാക്കുന്നത് ഇവിടെ ആണെന്ന് തോന്നുന്നു. ഓ നമ്മളെ കത്തിക്കാം. വാ കണ്ണിലേക്ക് അടിക്കാൻ. വാ ലൈറ്റ് വന്നു. ഇപ്പൊ നമുക്കില്ലേ ഇതൊരു അവിടെ നിക്ക്. അതെന്താ നമ്മ നോക്കിയേ. Wow, nice. I loved it, guys. The best thing. Best product ever. ഇത് അങ്ങോട്ട് തിരിയല്ലാട്ടാ. ഏത്? ഇത് വേറെ ലൈറ്റ് ഇട്ടേ. ആകെ റെഡ് ലൈറ്റ് മാത്രം വന്നോളല്ലോ. ഇതെങ്ങനെ ഓണാക്കി? ഇങ്ങട് കണ്ണടിച്ചു പോകും ഗൈസ്. അതെങ്ങനെ ഓഫ് ആക്കിയത്? ഇത് നമ്മൾ പഠിക്കണം കേട്ടോ. പഠിച്ചിട്ട് നിങ്ങളെ മുന്നിൽ വരാം. അല്ലെങ്കിൽ ഒരുമാതിരി എന്താ പറയാ ചെറിയ മക്കൾക്ക് ഇത് ഓൺ ഓഫ് ഇത് എഫക്ട്സ്. കൊരങ്ങനെ പൂമാല കിട്ടിയ അവസ്ഥയാണ്. കണ്ണിലേക്ക് വെക്കണം. യക്ഷിയായോ? അതേടി, ഇപ്പൊ ഞാൻ പൂക്കിയായി.
വേണ്ട, അതിന്റെ ആവശ്യമല്ല. പോ. എന്നാ തിരിച്ചതാ. ഇല്ല, തിരിച്ചു താടി. ഇല്ല. തിരിച്ചു താടി. ഒരു ഉമ്മക്കാരി ഇങ്ങോട്ട് താ, ഞാൻ നോക്കട്ടെ. ഞാൻ നിന്റെ ഉമ്മറല്ലേ. ആ, നല്ല രസമുണ്ടല്ലേ ലൈറ്റ്. വേറെ ലൈറ്റ് മോളെ പറ്റിച്ചല്ലേടി കളിപ്പണേ. വേറെ ലൈറ്റ് ഇല്ലല്ലോ. ദാ വരുന്നുണ്ട്, വേവി നോക്ക്. എന്റെ കണ്ണിലൊക്കെ, അല്ലെങ്കിൽ കണ്ണ് കാണുന്നില്ല. അങ്ങനെ കണ്ടോ ലൈറ്റ്. എന്നെ ഞാൻ അടിക്കുന്നത്. അടിയിലേക്ക് വെക്കുന്നു. ഞാൻ തിരിക്കുമ്പോ വേറെ വഴിയില്ലല്ലോ. അത് സ്ലൈറ്റ് ആയിട്ടേ വരുന്നു. ഇത് ഞങ്ങളുടെ ഏരിയ. ഇത് കണ്ണിലേക്ക് അടിക്കല്ലേ. പിന്നെ വേറെ ലൈറ്റ് ഒന്നും വന്നില്ല. ഇതിനെപ്പറ്റി പഠിക്കണം കേട്ടോ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ആകെ 3 ടേണിങ്. മോളെ ഈ കളർ മാത്രം ഉള്ളെങ്കിലുണ്ടല്ലോ. ബ്ലൂ. എന്താ എല്ലാ കളേഴ്സും ഉണ്ട്, മൾട്ടി കളേഴ്സ് ആണ്. മറ്റേ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. കളർ വരുന്നുണ്ട്. ഇങ്ങനെ തിരിച്ചു കൊടുത്താ പച്ചയായി. ഇതുണ്ടോ RGB കളേഴ്സ്. പച്ച വന്ന് പിന്നെ വേറെ കളർ ഇങ്ങനെ. ഓ, ഇത് മാഗ്നറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും സാധനം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഓഫായിട്ടോ. ഇത് രണ്ടും, ഒന്ന് ഓൺ ഓഫ്, അതുപോലെ തന്നെ ലൈറ്റ് അങ്ങോട്ട് മാറി മറിയണതുകൊണ്ട്, പിന്നെ ഒന്ന് കളർ മാറ്റി പിടിക്കാം. എവിടെ കൊണ്ടുപോയാ വെക്കുന്ന മോളൂസ്? ഫോൺ മരിക്കണല്ലോ. ഇത് പഠിക്കണം വെക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് വെച്ച് നോക്കിയിട്ടില്ല. ഇത് കവറിലിട്ടു. ഒന്ന് അടിച്ചു വെക്ക് ചെല്ലേ. നിന്റെ എന്റെ പ്രകാശത്തിന്റെ പുറത്ത് വേറൊരു പ്രകാശം. മാറ്റും അങ്ങോട്ട് മാറ്റും. സ്വന്തം മുഖത്തും പ്രകാശം അടിച്ചു കളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രൊഡക്റ്റിൽ എന്താണ് ഉള്ളതെന്ന് കാണാം. ഇപ്പൊ ഓഫ് ആക്കി വെക്ക് ബേബി. ആ കണ്ണാൻ തുപ്പി പാടും. ഇല്ല, അത് എക്സ്ക്ലൂസീവ് ആയി. അത് നമ്മൾ അടുത്ത ലക്കത്തിൽ പാടുന്നതായിരിക്കും. അടുത്ത ലക്കത്തിൽ പടം ഓഫ് ആക്കുന്നേ. കത്തിയൊക്കെ എടുത്ത് കുത്താൻ പോണം നമ്മള. ഇതിന്റെ ഓഫ് ബട്ടൺ കാണല്ല. അത് മോക്ക് അറിയൂലായിട്ടാ ഓഫ് ആക്കാൻ. ഓഫാക്കിയ സാധനത്തിന് പോണാക്കണം. അത് ഓഫാക്ക്. അവർക്കൊക്കെ മുഖത്തടിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെക്കാം. എന്തെങ്കിലും പറ്റിയാൽ ഓക്കെ, അങ്ങനെ ഓഫാക്കി. എഫക്റ്റ്. ഓ, ഇത് കണ്ടോ എഫക്റ്റ്. HSI CCT ഓഫ്. HSI കെമിസ്ട്രിയിലുണ്ടായിരുന്ന. ഇപ്പോൾ ഞാൻ മോളെ വെറുതെ വിട്ടിരിക്കുന്നു. വെറുതെ വിട്ടത് കൊണ്ട് ഞാൻ ഈ ലോകത്തിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് നിന്ന് തന്നെ മാഞ്ഞപ്പോയേനായിരുന്നു. ഇതാ കണ്ടോ, ഇതാണ് ഇതിന്റെ ഒരു ക്യൂട്ട് കവർ ആട്ടോ. ഇത് കുറച്ച് ഹെവിയാ. ഇതിങ്ങനെ പിടിക്കുമ്പോ എനിക്ക് മറ്റേതുപോലെ പിടിക്കാനാണ് ഇഷ്ടം. മറ്റേതുപോലെ മോളിപ്പോ പിടിക്കണ്ട. ഓക്കെ, ഇനി അടുത്തതൊരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. ഒരു പൂക്കി സാധനങ്ങളാണ് കാണിച്ചത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കണം ഗൈസ്. ഇത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിക്കിട്ടോ ഞങ്ങളിപ്പോൾ വാങ്ങിയ പ്രോഡക്ട്സ് ഒക്കെ. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഡെയിലി യൂസിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. നമുക്ക് പ്രോഡക്റ്റ് ഈസ് കോഫി മേക്കർ. അപ്പൊ ഇത് കണ്ടോ, ഞാൻ ചെറിയൊരു കോഫി അഡിക്റ്റ് ആണ്. ബേബി കോഫി അഡിക്റ്റ് അല്ലല്ലോ. ഞാനാണ്, പക്ഷെ ഞാനിപ്പോ കോഫിയിൽ മാത്രമേ അവൾ അഡിക്റ്റ് ആവത്തുള്ളൂ. പക്ഷെ ഇവളുടെ കോഫി നല്ല കോഫി ആട്ടോ. എനിക്ക് വാറണ്ടി കാർഡ്. ഞാൻ ദ ബെസ്റ്റ് കോഫി ഞാൻ ഉണ്ടാക്കലുണ്ട്. ഒരു കോഫി റെസിപ്പി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും, ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് പ്രോഡക്റ്റ്. ഇനി അടുത്ത് ഞാൻ ഇത് വെച്ചിട്ടാണ് കോഫി ഉണ്ടാക്കിയ ആൾക്കാരെ മയക്കാൻ പോകുന്നത്. ഇതിന് ആൾക്കാരെ മയക്കാൻ പോണ? എന്തിനോട് ഈ ആൾക്കാരെ മയക്കാൻ പോണ? അപ്പൊ ഞാൻ ഇത് പൊട്ടിക്കാൻ ആൾക്കാരെ മയക്കോ? എന്നിട്ട് പൊട്ടിച്ചാൽ ആൾക്കാരെ മയക്കോ? ഞാൻ ആൾക്കാരെ മയക്കോ എന്നെ മയക്കോ? നിന്നെ മയക്കുന്ന ഉദ്ദേശിച്ചത്. നീ ഒരാളല്ലേ? ആളാ?
അതിന് വേറെ തെറ്റിച്ചിട്ടാ നീ ഒരാണല്ലേ ആള് 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 അത് കോഫി മേക്കർ ഈ സാധനം നമുക്ക് വേണമെന്ന് കുറച്ചാൾക്കായിരുന്നു. ഇത് കണ്ടോ, ഇത് ഇതിന്റെ ചാർജ് ചെയ്യുന്ന സാധനം. ഈ സാധനം ഒന്ന് പൊക്കി കാണിക്കും. ഇത് കണ്ടോ, ഇതാ ഇത് നമുക്ക് ഇതിൽമേൽ ഫിക്സ് ചെയ്യാം. അത്രേ ഉള്ളൂ ഫിക്സ്. ചാർജില്ല. ഇതാണ് നമ്മൾ ഇങ്ങനെ കോഫിയിൽ ഇട്ടുങ്ങാന്. അല്ലാ അങ്ങനെ ആക്കരുത്. ഓ അങ്ങനെ ചേർന്നിട്ട് അത് പൊട്ടിപ്പോ. ഇത് കണ്ടോ, നമുക്ക് ഇതിന്റെ സ്പീഡ് മാനേജ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഗ്ലാസ് മഗ്ഗിലിട്ടുങ്ങാൻ ഇങ്ങനെ ആക്കുമ്പോ ആ ഒരു പത വരും, ഫോം വരും. സ്മോക്കാ ബേബി, അത് സ്മോക്ക് എന്നാ പറയാ, ഫോം അല്ല. ആണോ സ്മോക്ക്? അതെന്താണേലും എനിക്ക് അറിഞ്ഞൂടട്ടോ എന്താ പറയേണ്ടത്. വണ്ടി സ്മോക്ക് അല്ല, അത് ഫോം തന്നെ. ഫോം. അപ്പൊ ഈ ഒരു ഇത് വെച്ചിട്ട് കോഫി ഉണ്ടാക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തരും. നമ്മൾ ഇതിന്റെ പേരെന്താന്ന് വെച്ചാല് ഗെറ്റ് സെറ്റ് നോവ. ഇതും ഭയങ്കര നല്ല റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ലിങ്ക് ബിലോ കൊടുത്തേക്കാം, നിങ്ങൾ നോക്കണം. എന്തായാലും ഇത് ചെക്കൗട്ട് ചെയ്യണം നിങ്ങൾ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. എന്നാ പിടിച്ചോളൂ, ഞാൻ ഇതിനെ കൊണ്ട് ഇന്ന് കോഫി ഉണ്ടാക്കി തരാം. ഞാൻ എന്നിട്ട് ഷോർട്സ് ഇടുന്നതായിരിക്കും. ഓക്കെ, ഈ കോഫി ഉണ്ടാക്കുമ്പോ ഇതിന്റെ ഷോർട്സ് ഇടുന്നേ. അപ്പൊ മനസ്സിലായോ സാധനം ഞാൻ എന്തിനങ്ങനെ അടിക്കുന്നതെന്ന്. ഇവക്ക് ഈ അടിയൊക്കെ ഉണ്ട്, വേണ്ടിയതാണ്. അത് ഊരണമെങ്കിൽ അങ്ങനെ ഊരിയാ മതി. ചെറുതായിട്ടൊക്കെ. നീയാണ് ഇൻബോക്സ് ചെയ്യേണ്ടത്. ഇതിന്റെ വാറണ്ടി കാർഡൊക്കെ. ഇനി നമ്മളെ പൂക്കി സാധനമാണ് അടുത്തത് വരാൻ പോകുന്നത്. എന്താ അതിന്റെ പേര്? കിട്ടുമണീസ സ്ട്രോ ആണ് ഇത്. ഈ സ്ട്രോ നമ്മൾ എല്ലാവർക്കും ഭയങ്കര, അതായത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ സ്ട്രോ. അതെനിക്കും ഭയങ്കര ഇഷ്ടാട്ടോ ഈ ഒരു സ്ട്രോ. ഞാൻ എപ്പോഴും വാങ്ങണം എന്ന് വിചാരിക്കും ഇങ്ങനത്തെ ഗ്ലാസ്സിലിട്ട് കുടിക്കാൻ വേണ്ടിട്ട്. ഏതാണ്? ചില്ലാണ്. ചില്ല. പൊട്ടിച്ച് നോക്കിയാലോ? പൊട്ടിച്ചാ മോളെ ഞാൻ പൊട്ടിക്കും. പിന്നെ ഈ സ്ട്രോ ക്ലീൻ ചെയ്യാനുള്ള ഒരു സാധനമുണ്ട്, ബ്രഷ് ഉണ്ട്. 4 സ്ട്രോ വരുന്നുണ്ട് അല്ലേ? ചില്ലാണ് കേട്ടോ ഇത്. ക്ലീനോ? മോളെ സ്കൂളാ പോയത് ക്ലീൻ? ഞാൻ പോയത് നീ +1 തുടങ്ങിയ സ്കൂളിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 4 സ്ട്രോസ് ആൻഡ് ക്ലീനിങ് ബ്രഷ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല, ഞാനിതിപ്പോ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. അത് ഫുള്ള് പുറത്തോട്ടെടുക്ക്. അതാ ക്ലീനിങ് ബ്രഷുകൾ ഉണ്ട്. ഇതാ കണ്ടോ, ഇത് നമുക്ക് നൈസ്. എങ്ങനെയുണ്ട് എന്റെ പൂക്കി സ്ട്രോസ്? കിൽകുക്സാസ് സ്ട്രോ നല്ല രസമുണ്ട്, നിങ്ങൾ വാങ്ങുക. അത് ഗ്ലാസ് ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നല്ല സ്ട്രോസ് അല്ലേ? നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള സ്ട്രോസ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സംഭവം. ഇതും ഭയങ്കര യൂസ്ഫുൾ ആണ്. മക്കളെയൊക്കെ പറ്റിച്ച് നിങ്ങൾക്ക് സ്ട്രോ ടൈൽ കൊടുത്താൽ മക്കള് എന്താണ് ജ്യൂസ്, ഹെൽത്തി ജ്യൂസ് ഒക്കെ കുടിച്ചോളും. കഴിക്കാൻ പറ്റൂല, കുടിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് നമ്മൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഗൈസ്. ഒന്നും അറിയൂല. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് വാൾപേപ്പർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അത് പ്രമാണിച്ചിട്ട് നമ്മളല്ല, ഇത് ബേസിക്കലി ഇവളാണ് ആമസോണിന്റെ സ്ഥിരം കസ്റ്റമർ. എടുക്കും. അപ്പൊ എനിക്ക് എന്താ ഓർഡർ ചെയ്യുന്നേന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പൊ ഇത് സിമ്പിൾ ആണ്, നത്തിങ് മച്ച്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് സംഭവം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ കൊട്ടിക്കാം, ഇങ്ങനെ അല്ല നേരെ ഒട്ടിക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് നല്ല രസമായിരിക്കും. നമ്മളുടെ പുറത്ത് ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ. ഞങ്ങള് ത്രിഫ്റ്റിങ്ങിന് വേണ്ടിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചത്. സിമ്പിൾ ആയിട്ട് മാത്രമല്ല, ഒരു സാധനം വരുന്നുണ്ട്, കമ്മിങ് സൂൺ ആ. അപ്പൊ അതിനും കൂടെ വേണ്ടിട്ടും കൂടെ ആണ് തോന്നുന്നു. സന്തോഷത്തിൽ പറഞ്ഞു. അതിനും കൂടെ അല്ല, അതിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് നമ്മൾ വേറെയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ മൈൻഡ് ആക്കണ്ട. ഓക്കെ, അപ്പൊ
ഇതാണ് സംഭവം. ഇത് ത്രിഫ്റ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതാക്കിയതാണ്. ഇത് പക്ഷേ അതിൽ കാണുമ്പോൾ കുറച്ചുകൂടെ വലുതാണ്, കൈ കിട്ടിയപ്പോൾ ഇത്തിരി ചെറുത് പോലെ തോന്നി. അപ്പം നിങ്ങൾ ഇതിൽ കാണുന്ന അത്ര വലുപ്പമില്ല കേട്ടോ നേരിട്ട്, അല്ലേ? ഇല്ല, കുറച്ച് ചെറുതാണ്. ഇതാ കൈയിൻ്റെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ഇത്രയൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഇത്ര ഉണ്ടാവും. അതിൽ ബേബി കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഇത് ഞാൻ കണ്ടായിരുന്നു മോൾ ഓർഡർ ചെയ്തപ്പോൾ. നോക്കണ്ടേ? ഐലൈൻ ചെറുതല്ലേ? ഇല്ല, അതിൽ കുറച്ചുകൂടെ എനിക്ക് സൈസ് തോന്നി. മോളെ മോക്ക് കണ്ണിന് പിടിക്കൂല എഴുതിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഹോപ്പ് ദിസ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. അപ്പോ നമ്മൾ ഇനിയും എന്തൊക്കെ ഓർഡർ, വേറെ ഒന്നും എന്റെ അറിവിൽ ഓർഡർ ചെയ്തിട്ടില്ല. നമ്മള് ഹാങ്ങർ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എപ്പോഴെത്താന്ന് പിന്നെ നമ്മള് ഇങ്ങനെ ഒട്ടി സാധനം, അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. പക്ഷെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റംസ്. അപ്പോ ഇതിന്റെ ഒക്കെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ബിഗ് ബോസ് അണ്ണൻ നമ്മൾക്ക് വേണ്ടി തന്നതാണ് മക്കളെ. ബിഗ് ബോസ് അണ്ണൻ തന്നല്ല, നമ്മള് കണ്ടുപിടിച്ച് വാങ്ങിയത്. പക്ഷെ അവരാണ് ക്രെഡിറ്റ് ഗോസ് ടു ബിഗ് ബോസ്. ഏതാന്ന് കറക്റ്റ് അറിയോ എനിക്ക്? അതിപ്പോ നോക്കാലോ എന്റെ ഫോണിലത്തെ. നമ്മൾക്ക് എന്താ പറയാ, ഇപ്പൊ ഗിഫ്റ്റ് വൗച്ചറൊക്കെ കിട്ടുന്ന ആ ഒരു ടൈമിൽ ഞങ്ങൾ എന്ത് വാങ്ങും ലൈക്ക് വെറുതെ എന്തൊക്കെയോ വാങ്ങിയിട്ടാണ് വേസ്റ്റും ചെയ്യരുതല്ലോ. അപ്പൊ ഇവിടത്തേക്ക് യൂസ്ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് വേണം തോന്നിയ സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. ബർജറിന്റെ ഗിഫ്റ്റ് വൗച്ചർ ആണ് കേട്ടോ ഇതൊക്കെ. ബർജറാണ് നമുക്ക് ഇതൊക്കെ. ബർജർ അണ്ണ നിങ്ങളാണ് ഞങ്ങൾക്ക് ഇതൊക്കെ വാങ്ങാൻ ഉള്ള സാധനങ്ങൾ തന്നത്, വൗച്ചർ തന്നത്. അപ്പൊ വി യൂസ്ഡ് ഇറ്റ് വൈസ്ലി. ഞങ്ങള് ആവശ്യമുള്ളത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, അനാവശ്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ആൻഡ് ഇപ്പോൾ ഒരു സ്റ്റിൽ ആ വൗച്ചറിന്റെ ബാക്കി ബാലൻസ് ഇപ്പം കിടക്കുന്നുണ്ട്. അതിനെക്കൊണ്ട് ഞാൻ എന്ത് വാങ്ങുന്നു ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് അടുത്ത ലക്കത്തിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഇതിന്റെ ലിങ്ക് ഒക്കെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ദുബായ് ഓത്താണെന്ന് തോന്നുന്നു. നമ്മള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ വഴിക്ക് പറയാം. പക്ഷെ നല്ല തോന്നുന്നു, റീസെർച്ച് ചെയ്ത് അങ്ങനെ വാങ്ങിയതാണ് സംഗതികള്. സോ നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദുബായ് അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. കെമിസ്ട്രി ഗേൾ. ബൈ.